ഹായ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ വോളറ്റൈൽ എന്ന കീവേഡിനെ പറ്റി കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം. നിങ്ങൾക്കറിയാം, ജാവയിൽ ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്, നോൺ ആക്സസ് മോഡിഫയേഴ്സും ഉണ്ട്. പ്രധാനമായിട്ടും നോൺ ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്, അബ്സ്ട്രാക്റ്റ്, ഫൈനൽ, ട്രാൻസിയൻറ്റ്, സിൻക്രണൈസ്ഡ് മുതലായവയാണ്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു മോഡിഫയറാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റൈൽ ഉപയോഗിക്കുന്നത് വേരിയബിൾസിൻ്റെ കൂടെ മാത്രമാണ്, വിച്ച് മീൻസ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് മെത്തേഡ്സ് ഓർ ക്ലാസസ്. ഏത് കണ്ടെക്സ്റ്റിലാണ് വോളറ്റൈൽ ഉപയോഗിക്കുന്നത്? ശരിക്കും അതിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് കമ്പൈലറും JVM-ഉം ഈവൻ പ്രോസസ്സറും ചില ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. കാഷിംഗ്, ഇൻസ്ട്രക്ഷൻ റീഓർഡറിംഗ് തുടങ്ങിയ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ കൺകറൻറ്റ് കണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിസിബിലിറ്റി പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വോളറ്റൈൽ കീവേഡ് ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു കഥ പറയാം. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ലേലം വിളി നടക്കുകയാണെന്ന് വിചാരിക്കുക. 10-25 ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഒരാൾ നേതൃത്വം വഹിക്കുന്നു. അപ്പം ഏത് സാധനത്തിനാണോ ലേലം വിളിക്കുന്നത് ആ സാധനം ആ നേതൃത്വം വഹിക്കുന്ന ആൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓക്കെ, ഇതിൻ്റെ വില 100 രൂപയെന്ന് ഉറക്കെ പറയുന്നു. ഇപ്പോൾ സാധാരണ ലേലം വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, 100 രൂപ ഒരു തരം, 100 രൂപ 2 തരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലിരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ 10 രൂപ കൂട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണ്? 110 രൂപ. അതെല്ലാവരും കേട്ടു. അവിടെ കൂടിയിരുന്ന മുഴുവൻ ആൾക്കാരും അത് കേട്ടു. അപ്പോഴാണ് പുറകിലിരുന്ന മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 15 രൂപ കൂട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴതിൻ്റെ പ്രൈസ് എത്രയാണ്? 110ൻ്റെ കൂടെ 15 കൂടെ കൂട്ടി 125ആയി. അപ്പോഴങ്ങനെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലിരുന്ന് വേറൊരാൾ വളരെ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ 10 രൂപ കൂട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതാരും കേട്ടില്ല. ശരിക്കും ഇപ്പം 125 നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം 10 കൂട്ടിയപ്പോൾ 135 ആകണമായിരുന്നു പ്രൈസ്. അതാരും കേട്ടില്ല. അപ്പോഴാണ് മുന്നേ ഇരുന്ന് വേറൊരാൾ പറഞ്ഞത്, ഞാൻ 15 രൂപ കൂട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്ന അവസാനത്തെ പ്രൈസ് 125ആണ്. അപ്പോൾ 15 രൂപ കൂട്ടി വിളിക്കുന്നു പറഞ്ഞപ്പോൾ 125ൻ്റെ കൂടെ 15 കൂടെ കൂട്ടി. അപ്പോൾ പ്രൈസ് എത്രയായി? 140ആയി. പക്ഷെ ശരിക്കും എത്രയാണ് ആകേണ്ടിയിരുന്നത്? 150 കാരണം 135ൻ്റെ കൂടെ ആയിരുന്നു 15 കൂട്ടേണ്ടത്. പക്ഷേ ആ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞ ആളിൻ്റെ ആ വിളിച്ച 10 രൂപ ആരും കേട്ടില്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഏതാണ്ട് ഇതേ പ്രോബ്ലമാണ് കൺകറൻറ്റ് കണ്ടെക്സ്റ്റിൽ ചില വേരിയബിൾസിൻ്റെ വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ജാവയുടെ മെമ്മറി മോഡൽ എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം. അത് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പ്ലീസ് ലുക്ക് ഇൻ ടു ദ പിക്ചേഴ്സ് നൗ. ജാവയുടെ മെമ്മറി മോഡൽ ഒരു JVM-ൻ്റെ കണ്ടെക്സ്റ്റിൽ എങ്ങനെയാണെന്നാണ് ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ ഹീപ്പ് ഏരിയ ഉണ്ട്, പല ത്രെഡ് സ്റ്റാക്ക് ഏരിയകളും കാണും. ഓരോ ത്രെഡിനും അതിൻ്റേതായ ത്രെഡ് സ്റ്റാക്ക് ഏരിയയുണ്ട്. മെത്തേഡിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ത്രെഡ് സ്റ്റാക്കിലായിരിക്കും. ഹീപ്പ് ഏരിയ ഇസ് ദ കോമൺ ഏരിയ. ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഹീപ്പ് ഏരിയയിലായിരിക്കും. എല്ലാ ത്രെഡുകൾക്കും അതിനെ ആക്സസ് ചെയ്യാനും പറ്റും. സോ ഈ ചിത്രം JVM എങ്ങനെയാണ്
ജാവയുടെ മെമ്മറി മോഡലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇനിയും അടുത്ത ചിത്രം നോക്കാം. കമ്പ്യൂട്ടറിനെ അതിൻ്റെ ഹാർഡ്വെയറിൻ്റെ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്കറിയാം ഇപ്പോഴുള്ള സിസ്റ്റം എല്ലാം തന്നെ മൾട്ടിപ്പിൾ CPU ഉള്ളതാണ്. സോ ഇവിടെ CPU-യും CPU-ൻ്റെ ക്യാഷ് മെമ്മറികളും, ഓരോ CPU-നും അതിൻ്റേതായ ക്യാഷ് മെമ്മറികളും, കൂടാതെ മെയിൻ മെമ്മറി. അപ്പം ഡേറ്റ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ആ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. സോ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാം. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റയെ CPU-ൻ്റെ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകാം. അവിടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അതിനെ ക്യാഷിൽ പ്ലേസ് ചെയ്യും. അതിൻ്റെ ഓരോ CPU അതിൻ്റെ റെസ്പെക്റ്റീവ് ക്യാഷിൽ പ്ലേസ് ചെയ്യും. അവിടെ നിന്നിട്ട് പിന്നീട് മെയിൻ മെമ്മറിയിലേക്ക് ഫ്ലഷ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത ചിത്രം ഒന്ന് നോക്കിയേ. ഈ ചിത്രത്തിലൂടെ നോക്കിയേ. ഇവിടെ നമുക്ക് 2 CPU ഉണ്ട്, 2 ത്രെഡുകളും ഉണ്ട്. ത്രെഡ് 1 running in the context of CPU 1 and thread 2 running in the context of CPU 2. ഓരോ CPU-നും അതിൻ്റേതായ ക്യാഷ് മെമ്മറി ഉണ്ട്, കൂടാതെ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക. ആ ഒബ്ജക്റ്റിന് ഇൻസ്റ്റൻസ് ലെവലിൽ ഒരു വേരിയബിളും ഉണ്ട്. അതൊരു കൗണ്ടറോ മറ്റോ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ആദ്യത്തെ വാല്യൂ 0 ത്രെഡ് 1 അതിനെ റീഡ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂവിനെ CPU1-ൻ്റെ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. പക്ഷേ മെയിൻ മെമ്മറിയിലോട്ട് എഴുതിയിട്ടില്ല. ഈ സമയത്താണ് ത്രെഡ് 2 വന്ന് ഈ ഷെയർഡ് ഒബ്ജക്റ്റിൻ്റെ ആ ഇൻസ്റ്റൻസ് വേരിയബിളിനെ റീഡ് ചെയ്യുന്നത്. അതെന്ത് വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യുന്നത്? ഓൾഡ് വാല്യൂ ആയ 0 തന്നെയാണ് റീഡ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് വേണ്ടിയിരുന്നത് ത്രെഡ് 2 അപ്ഡേറ്റഡ് വാല്യൂവിനെ റീഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. പ്രശ്നം പറ്റിയത് CPU ക്യാഷിലുള്ള ആ ഡേറ്റയെ മെയിൻ മെമ്മറിയിലോട്ട് എഴുതിയിട്ടില്ല. ഇപ്പോൾ ത്രെഡ് 1 ഒന്ന് റീഡ് ചെയ്തു, അതിനെ അപ്ഡേറ്റ് ചെയ്തു, ഇമീഡിയറ്റ്ലി മെയിൻ മെമ്മറിയിലോട്ട് എഴുതിയിരുന്നുവെങ്കിൽ ഡെഫിനറ്റായിട്ടും ത്രെഡ് 2-ന് അപ്ഡേറ്റഡ് വാല്യൂ കിട്ടിയിരുന്നേനെ. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ആദ്യത്തെ CPU-ൻ്റെ രജിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഡേറ്റ ആ CPU ക്യാഷിലോട്ട് എഴുതേണ്ടി വരുന്ന സമയത്ത് അന്നേരമായിരിക്കാം ഒരു പക്ഷേ ആ CPU ക്യാഷിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ട് ഈ ഡേറ്റയെ ഫ്ലഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രശ്നം, വിസിബിലിറ്റി പ്രോബ്ലം. സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ത്രെഡുകൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടാതെ വരുന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ആ വേരിയബിളിനെ, ആ ഷെയർഡ് ഒബ്ജക്റ്റിൻ്റെ വേരിയബിളിനെ വോളറ്റൈൽ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. വോളറ്റൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓൾവേസ് ദ ത്രെഡ് വിൽ റീഡ് ഫ്രം ദ മെയിൻ മെമ്മറി ആൻഡ് റൈറ്റ്സ് ബാക്ക് ഇൻ ടു ദ മെയിൻ മെമ്മറി. അപ്പോൾ എന്തെങ്കിലും ഡേറ്റയെ റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ആ കൗണ്ടർ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ അതിനെ മെയിൻ മെമ്മറിയിലോട്ട് തന്നെ തിരിച്ചങ്ങ് എഴുതും. അപ്പോൾ പിന്നീട് വരുന്ന ത്രെഡ് 2-ന് അപ്ഡേറ്റഡ് വാല്യൂ കിട്ടും, നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്ന നോൺ എക്സസ് മോഡിഫയർ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗ്യാരണ്ടിയിങ് ദാറ്റ് always the data is read from the main memory and written back to the main memory after doing the processing. In this case, it is an update or a counter increment. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വോളറ്റൈലിനെ പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
അല്ലെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.